ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. പാലോ പഞ്ചസാരയോ ക്രീമോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഹെൽത്തിയായി ടേസ്റ്റിയായി ക്രീമി ആയുള്ളൊരു ഓറഞ്ച് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? ഇങ്ങനെ ഡയറി ഫ്രീ ആയിട്ടുണ്ടാക്കുന്ന ഐസ്ക്രീമുകളെ സോർബറ്റ് ഐസ്ക്രീം എന്നാണ് പറയുന്നത്. ഞാനിവിടെ സിട്രസ് ഓറഞ്ച് കൊണ്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സിട്രസ് ഓറഞ്ചസാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഓറഞ്ചസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നടുഭാഗം മുറിച്ചെടുക്കുക. ഇതുപോലെ മുറിച്ച് ഇതിനുള്ളിലുള്ള ആ ഫ്ലഷിൻ്റെ പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഓരോ ഓറഞ്ചസും വീണ്ടും 4 കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി അതിൽ നിന്നും പീൽ ചെയ്ത് എടുക്കുക. ഞാനിവിടെ തൊലി പീൽ ചെയ്തെടുത്തപ്പോൾ കുറച്ച് തൊലി അതിന് മുകളിൽ തന്നെ പെട്ടുപോയി, അതായത് ആ വൈറ്റ് പോർഷൻ അത് ഞാൻ കത്തി വെച്ച് നീക്കുന്നുണ്ട്. ഇതുപോലെ ഒട്ടും തന്നെ ആ വൈറ്റ് പോർഷൻ ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ഓറഞ്ച് മുറിച്ചപ്പോൾ നമുക്ക് കുറേ ഓറഞ്ചിൻ്റെ തൊലി കിട്ടിയിട്ടുണ്ട്. ഇത് ഉണക്കിയിട്ട് നമുക്ക് സ്കിൻ റിലേറ്റഡായ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. തൊലിയെല്ലാം നീക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഓറഞ്ചസ് നമുക്കിനി ഫ്രീസ് ചെയ്യാം. നല്ല ഐസ് ക്യൂബ് പോലെ കട്ടിയാവുന്ന രീതിയിൽ ഇത് ഫ്രീസാക്കി എടുക്കണം. അങ്ങനെ കുറേ നേരം ഫ്രീസ് ചെയ്ത ശേഷം എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുക. ഒരു 5 മിനിറ്റ് നേരം പുറത്ത് വെച്ചാൽ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഇളക്കിയെടുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൾസ് ചെയ്ത് എടുക്കാം. നന്നായി പൾസ് ചെയ്ത് പിന്നീട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ദെൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പം നല്ല ക്രീമൊക്കെ ചേർത്ത് അടിച്ചെടുത്ത പോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും. എന്നിട്ടൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായി കവർ ചെയ്ത് നമ്മൾ ഫ്രീസ് ചെയ്യാൻ എഗെയിൻ വെക്കുകയാണ്. നല്ലപോലെ ഫ്രീസ് ആയ ശേഷം നമ്മൾ ആ റാപ്പെല്ലാം മാറ്റി ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് പരുവത്തിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഐസ് പോലെയാണ് ഇരിക്കുന്നത്. ഇതൊരു സ്കൂപ്പിംഗ് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ചുരണ്ടിയെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചുരണ്ടിയെടുത്ത ഈ സോർബറ്റ് ഐസ്ക്രീം ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നിറയ്ക്കുന്നുണ്ട്. ടോപ്പിങ്ങിനായി ഒരു ചെറി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റം ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ആ ദിവസം ഉണ്ടല്ലോ, ഞാൻ എത്ര ഹാപ്പി ആയെന്നറിയോ. കാരണം നമ്മൾ സ്വീറ്റൊക്കെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് സ്വീറ്റ് ക്രേവിങ്സ് നന്നായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ കുട്ടികളൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഹെൽത്തി ആയൊരു സംഭവമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഈ ഒരു സോർബറ്റിൻ്റെ ടെക്സ്ചറാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഐസ്ക്രീമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് പുറത്തെടുത്തൊരു 10 മിനിറ്റിന് ശേഷം എത്ര ക്രീമി ആയിട്ടാണ് ഇതിരിക്കുന്നത് നോക്കൂ. അതായത് മെൽറ്റ് ആവുന്നതിനനുസരിച്ച് ലൂസായി പോകുന്നില്ല, നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.